ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വഴുതനങ്ങ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സവോളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബ്രിഞ്ചാൾ അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാൻ 5 എണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും 4 കീറിയിടുകയാണ് ചെയ്തത്. കുറച്ച് ഉപ്പും ചേർത്തേക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റത്തേക്ക് മൂടി വെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപ്പ് പൊടിച്ചു വെക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പരിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ധാരാളമാണ്, അതിലൊട്ടും കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാളെല്ലാം നന്നായിട്ട് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാൻ 1 ടൊമാറ്റോയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊരു 4-5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രിഞ്ചാളും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വിടുക. അതിനുശേഷം നമുക്കിതിലേക്ക് പുളി കുതിർത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കറി ഭയങ്കര തിക്കായിരിക്കും. നമുക്ക് ചെറിയൊരു ഗ്രേവി ആയിട്ടാണ് ഈ കറി വേണ്ടത്. അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.